2018 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇവിടെ റുപ്പി ഡ്രോയിങ് അറേഞ്ച്മെന്റ് എന്ന എഗ്രിമെന്റ് പ്രകാരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പെർമിഷൻ, അതോടൊപ്പം തന്നെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബിയുടെ പെർമിഷൻ മുതലായവ 2018 തന്നെ ഈ സിസ്റ്റം നേടിയെടുക്കുകയുണ്ടായി. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ 156 പരം രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയും ഏതാണ്ട് 85 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തെടുക്കുകയും ചെയ്ത ഒരു സിസ്റ്റം കൂടിയാണ് പേൾവെയർ ഇന്റർനാഷണൽ. ഈ സിസ്റ്റം $6 ട്രില്യൺ ഇൻഡസ്ട്രികൾ നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കും. സിസ്റ്റം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ആദ്യത്തെ ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് അത് ഡിജിറ്റൽ ബാങ്കിങ് അഥവാ DP പ്രോഗ്രാമാണ്. എന്താണ് DP എന്ന് ചോദിച്ചാൽ, ഡോളറിന് തുല്യ മൂല്യമുള്ള KYC സ്വീകരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ് DP. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് ശരിക്കും ഈ സിസ്റ്റം 2018 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 156 പരം രാജ്യങ്ങളിലേക്ക് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയും 85 ലക്ഷത്തോളം വരുന്ന വലിയ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തതുമൊക്കെ ഈ DP പ്രോഗ്രാമിലൂടെയാണ്. അപ്പൊ നമ്മൾ സൂചിപ്പിച്ചു, DP എന്ന ഡിജിറ്റൽ കറൻസിക്ക് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ കറൻസിയാണ്. ആ ഡിജിറ്റൽ കറൻസിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും സെബിയുടെയും ഒക്കെ പെർമിഷൻ ലഭിച്ചതിനാൽ പല കാര്യങ്ങൾക്കും DP ജനങ്ങൾ ലോകമെമ്പാടും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. DP ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും അതുപോലെ LIC പ്രീമിയം, അതോടൊപ്പം തന്നെ മൊബൈൽ റീചാർജ്, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് DP ഉപയോഗപ്പെടുത്തി. ഇതായിരുന്നു പേൾവെയിന്റെ ആദ്യത്തെ ബിസിനസ് സെഗ്മെന്റ് എങ്കിൽ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ് അത് PVC മെറ്റ, പേൾവിൻ കമ്മ്യൂണിറ്റി മെറ്റ എന്ന NFT ടോക്കൺ. അത് വെറും ഒരു NFT അല്ല, മൾട്ടി പർപ്പസ് NFT ടോക്കൺ ആണ്. വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന NFT ടോക്കൺ. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 പ്രോഗ്രാമുകൾ, അതാണ് ഇവരുടെ രണ്ടാമത്തെ ബിസിനസ് സെഗ്മെന്റ്. ആ 2 പ്രോഗ്രാമുകൾ നമുക്ക് ഏവർക്കും അറിയാം, സീഡ് ഫണ്ടിങ് ആൻഡ് ടോക്കൺ ഫാമിംഗ്. ഈ 2 പ്രോഗ്രാമുകൾ ഓൾറെഡി ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, സ്റ്റിൽ റണ്ണിങ്ങിലുണ്ട്. ദെൻ അതിനുശേഷം ഇനി പേൾവെയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ഇരിക്കുന്ന 4 ബിസിനസ് സെഗ്മെന്റുകൾ കൂടിയുണ്ട്. അവ പരിശോധിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ബിസിനസ് സെഗ്മെന്റ് ആയിട്ട് നമുക്ക് ഓൺ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിനെ കാണാൻ വേണ്ടി കഴിയും. സ്വന്തം ഗെയിമിംഗ് പ്ലാറ്റ്ഫോം, അതില് ആയിരക്കണക്കിന് ഗെയിംസുകൾ ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ ഒഫീഷ്യൽ ലോഞ്ചിങ്ങിലേക്ക് നീങ്ങാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും ഈ 2025 ആ പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുന്ന ഒരു വർഷം തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ, ശരിക്കും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആശയം. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു സെർച്ച് എഞ്ചിൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ ഒരു കാര്യത്തിൽ കൂടെ പേൾവിൻ നമ്മുടെ മുമ്പാകെ ഈ 2025 അവതരിപ്പിക്കുകയാണ്. പേൾവിൻ കൊണ്ടുവരുന്ന ഈ സെർച്ച് എഞ്ചിൻ അഥവാ സോഷ്യൽ മീഡിയ നിലവിലുള്ള എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളുമായി കണക്റ്റഡ് ആയി. ഇവിടെ എന്താണ് കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത്? ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വാട്സപ്പിലേക്കും ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും ഇൻസ്റ്റാഗ്രാമിലേക്കും ഒക്കെ പോകാൻ വേണ്ടി കഴിയും. നമുക്കറിയാം, സോഷ്യൽ മീഡിയ ഇന്ന് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു അളവ് നോക്കാമെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സും അവരുടെ കൈകളിൽ നിന്ന് പണം മുടക്കിക്കൊണ്ട് അത് റീചാർജ് ചെയ്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഇന്ന് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഏതാനും ചില ബ്ലോഗേഴ്സിന് മാത്രമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വരുമാനം ലഭിക്കുന്ന ഒരവസ്ഥ ഇന്ന് വരെ നിലവിലുള്ളതെങ്കിൽ പേൾവിൻ ആ ചരിത്രവും തിരുത്തി കുറിക്കുകയാണ്. കസ്റ്റമർക്ക് ഇൻകം കിട്ടുന്ന ഒരു പ്ലാനുമായി സോഷ്യൽ മീഡിയ ഉപയോഗിക്കപ്പെടുവാൻ പേൾവിൻ ഇതാ മുന്നോട്ട് വരികയാണ് ഈ വർഷം. തീർച്ചയായിട്ടും ഇത് ഈ സെർച്ച് എഞ്ചിൻ യൂസ് ചെയ്തോ ഫേസ്ബുക്കിൽ വീഡിയോ കണ്ടാൽ, അല്ല യൂട്യൂബിലേക്ക് പോയാൽ, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയാൽ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ അതിനൊക്കെ നമുക്ക് വരുമാനം ലഭിക്കുന്ന, കസ്റ്റമർക്ക് വരുമാനം കിട്ടുന്ന ഒരു പുതിയ സിസ്റ്റം അവതരിപ്പിക്കുകയാണ് പേൾവിൻ ഇന്റർനാഷണൽ ഈ 2025. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഹാപ്പിയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് റെക്കമെൻഡ് ചെയ്യാൻ നമുക്ക് ഇഷ്ടവുമായിരിക്കും. അങ്ങനെ റെക്കമെൻഡ് ചെയ്താൽ അതിന് അഡീഷണൽ വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം കൂടെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുകയാണ് പേൾവിൻ ഇന്റർനാഷണൽ. അപ്പൊ 100% സോഷ്യൽ മീഡിയ, പേൾവിൻ കൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ തീർച്ചയായിട്ടും ലോകമെമ്പാടും ഒരു ചർച്ചാ വിഷയമാണ്. അടുത്ത
സോഷ്യൽ മീഡിയയ്ക്ക് ശേഷം അടുത്ത ബിസിനസ് സെഗ്മെന്റ് എന്ന് പറയുന്നത് മൊബൈൽ നെറ്റ്വർക്കാണ്. അവിടെയും ഡിഫറെന്റ് ആവുകയാണ് പേൾവിൻ ഇന്റർനാഷണൽ. വൺ വേൾഡ് വൺ സിം, ഒറ്റ സിമ്മ് കൊണ്ട് ലോകമെമ്പാടും ഉപയോഗിക്കാൻ, ഈ അത്യാധുനിക ടെക്നോളജികൾ യൂസ് ചെയ്തുകൊണ്ട് ലോകമെമ്പാടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൊബൈൽ നെറ്റ്വർക്ക് സിസ്റ്റം ഇതാ പേൾവിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോകുന്നു. ദെൻ ലാസ്റ്റ് വൺ ബങ്കി എന്നറിയപ്പെടുന്ന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ്. ഈ ലോകത്തിന്റെ കീഴിലുള്ള എ ടു ഇസഡ് പ്രോഡക്റ്റുകൾ ക്വിക്ക് ഡെലിവറിയിലൂടെ ഓർഡർ ചെയ്താൽ വിതിൻ ഹവേഴ്സിനകത്ത് ക്വിക്ക് ഡെലിവറിയിലൂടെ, അതും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ, ബങ്കിയിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു സാധനവും അതിന്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ നമുക്ക് ചെക്ക് ചെയ്യാം അതിന്റെ ക്വാളിറ്റി. ആ ഓതറൈസ്ഡ് ഷോറൂം നടത്തുന്ന വ്യക്തികൾ ഇത് റിയൽ ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല എന്ന് പറയുന്നെങ്കിൽ ഇരട്ടി കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബങ്കി നമുക്കിടയിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് ഈ ലോകത്തിന്റെ കീഴിലുള്ള എ ടു ഇസഡ് പ്രോഡക്റ്റുകൾ ഒറിജിനൽ ക്വാളിറ്റിയിൽ അത് നമുക്ക് വാങ്ങാൻ, ക്വിക്ക് ഡെലിവറിയിലൂടെ നമുക്ക് വാങ്ങാൻ നമ്മെ സഹായിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ബങ്കി. നമുക്കറിയാം ബങ്കിയുടെ ട്രയൽ റൺ ഇപ്പോൾ തായ്ലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ അതിനുള്ള പേപ്പർ വർക്കുകൾ സിസ്റ്റം നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിലുള്ള $6 ട്രില്യൺ ഇൻഡസ്ട്രികളാണ് ഈ സിസ്റ്റം നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ചുറ്റോട് ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ നമ്മളെ സമീപിക്കുന്നു, വളരെ വലിയ വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നു. പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അവയൊക്കെ അസ്തമിച്ച് പോകുന്ന, അല്ലെങ്കിൽ അതിന്റെ പ്രൊമോഷന് വേണ്ടി പിന്നിലേക്ക് ഇറങ്ങുന്ന, അതിനോടൊപ്പം കൂടിച്ചേർന്ന് ഒരു ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി വ്യാമോഹിച്ചിറങ്ങുന്ന ആളുകൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ പലയിടത്തുകളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടിയുള്ളത്. അങ്ങനെയെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ പ്രസ്ഥാനം കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു മാനേജ്മെന്റ് ആരാണ് എന്ന ചോദ്യത്തിന് തീർച്ചയായിട്ടും അതിൻ്റെതാകുന്ന പ്രസക്തിയുണ്ട്. പേൾവിൻ ഇന്റർനാഷണലിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, പേൾവിൻ ഇന്റർനാഷണലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ഫാമിലിയാണ്. ഏതാണ്ട് 300 വർഷത്തിലേറെ പാരമ്പര്യമുള്ള, ലോക സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന കുടുംബം എന്ന ഖ്യാതി നേടിയ, അവരുടെ ആസ്തി എണ്ണിയാൽ ഒടുങ്ങാത്ത ആസ്തി, ഈ ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ഫാമിലി. ആ ഫാമിലി എത്ര? റോസ്ചൈൽഡ് ഫാമിലി. ആ ഫാമിലിയിലെ പുതിയ തലമുറയിൽ ഉൾപ്പെടുന്ന ഗണിതശാസ്ത്രജ്ഞനും നോബൽ പ്രൈസ് വിന്നറും കൂടിയായിട്ടുള്ള ഡോക്ടർ ഡാനിയേൽ ജോൺസൺ, അദ്ദേഹമാണ് ശരിക്കും പേൾവിൻ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റെടുക്കുന്ന ഈ ഒരു സംരംഭം, ഈ ഒരു സിസ്റ്റം, നമ്മൾ മനസ്സിലാക്കുന്ന ഈ ഒരു സിസ്റ്റം വളരെ കെട്ടുറപ്പുള്ള ഒന്ന് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാരണം റോസ്ചൈൽഡ് ഫാമിലി ഈ ലോകത്ത് നടപ്പിലാക്കിയിട്ടുള്ള അവരുടെ സർവീസുകൾ, അതല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒന്ന് പരിശോധിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് പിടികിട്ടും എന്താണ് ഇതിന്റെ ഒരു ഡെപ്ത് എന്ന്. ഇന്ന് ലോകത്ത് ഡോളറിന്റെ ഒരു സ്ഥാനം എന്തെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ ഡോളർ എന്ന കറൻസി ലോകത്തിന് സമ്മാനിക്കുന്നത് ശരിക്കും ഈ റോസ്ചൈൽഡ് ഫാമിലിയാണ്. ഇന്നും റോസ്ചൈൽഡ് ഫാമിലിയുടെ ആ ഒരു എംബ്ലം ഈ ഡോളറിൽ ഇന്നുമുണ്ട്. പിൽക്കാലത്താണ് US ഗവൺമെന്റ് അവരുടെ ഒഫീഷ്യൽ കറൻസി ആയിട്ട് ഡോളറിനെ സ്വീകരിക്കുന്നത്. അപ്പൊ ഡോളർ എന്ന കറൻസി ഈ ലോകത്തിന് സമ്മാനിച്ച, ഇന്നും ലോകത്തുള്ള ഡോളറിന്റെ 85% തങ്ങളുടെ ആസ്തിയായി സൂക്ഷിച്ചു വരുന്ന, അതോടൊപ്പം തന്നെ ലോകത്താദ്യമായി ബാങ്കിങ് സമ്പ്രദായം ആരംഭിച്ച, ഏതാണ്ട് 14-ാം നൂറ്റാണ്ടിൽ പോലും ബാങ്കിങ് മേഖലയിൽ വളരെ ശക്തരായിരുന്നു ഈ റോസ്ചൈൽഡ് ഫാമിലി. നമുക്ക് ഏവർക്കും അറിയാം സ്വിസ് ബാങ്കിന്റെ പ്രാധാന്യം. സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് ആയിരിക്കുന്ന അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വരാൻ വേണ്ടിയില്ല. ആ സ്വിസ് ബാങ്ക് ഇന്നും ഇവരുടെ അണ്ടർ കൺട്രോളിലാണ് പ്രവർത്തിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പനാമ കനാൽ, ആ പനാമ കനാലിന്റെ നിർമ്മാണത്തിന്റെ പിന്നിലും ഇവരാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ റെയിൽവേ ഉൾപ്പെടെ ലോക റെയിൽവേക്ക് കോടാനുകോടികൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു ഫാമിലി കൂടിയാണ് റോസ്ചൈൽഡ് ഫാമിലി. ഇന്ന് ലോകം കീഴടക്കി വാഴുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ശരിക്കും ക്രിപ്റ്റോ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഏതാണ്ട് 300 ലക്ഷം കോടിയുടെ ബിസിനസ് ഒരു മാസം നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ക്രിപ്റ്റോ ഇൻഡസ്ട്രി മാറിയിരിക്കുന്ന ഒരവസ്ഥ. അങ്ങനെയെങ്കിൽ ആ ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ലീഡിംഗ് ക്രിപ്റ്റോകളായിട്ടുള്ള ബിറ്റ്കോയിൻ, എത്തേറിയം, USDT, ഈ 3 കാര്യങ്ങൾക്കിടെ പിന്നിലും പ്രവർത്തിച്ചത് ഈ റോസ്ചൈൽഡ് ഫാമിലിയാണ് ശരിക്കും. അതിനു വേണ്ട ബ്ലോക്ക് ചെയിൻ നിർമ്മിച്ചതും, അതിനു വേണ്ടുന്ന കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്തതും,
അതിനെ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്കറിയാം. ബിറ്റ്കോയിൻ ഇന്ന് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ കഴിഞ്ഞ ഒരു സമയത്ത് ഏതാണ്ട് 95 ലക്ഷം രൂപ വരെ ക്രോസ് ചെയ്ത ഒരവസ്ഥ നമ്മൾ ബിറ്റ്കോയിന്റെ കാര്യത്തിൽ കണ്ടു. ഇപ്പൊ അതിന്റെ റേറ്റ് കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. 89-90 ലക്ഷം ആ ഒരു ലെവലിന്റെ കാര്യങ്ങളിലേക്ക് നിൽക്കുന്നു. എങ്കിലും 2009 പുറത്തു വന്ന ഈ ഒരു ബിറ്റ്കോയിൻ 2 രൂപ 90 പൈസ റേറ്റിൽ നിന്നാണ് ഈ ചുരുങ്ങിയ 10-17 വർഷക്കാലങ്ങൾ കൊണ്ട് ഏതാണ്ട് 1 കോടിക്ക് അടുത്തുള്ള റേറ്റിലേക്ക് ബിറ്റ്കോയിൻ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഈ ലോകത്ത് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന മെയിൻ ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്കെല്ലാം പിന്നിൽ റോസ്റ്റൈൽഡ് ഫാമിലിയുടെ റോൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ റോസ്റ്റൈൽഡ് ഫാമിലിയിലെ 5ാമത്തെ തലമുറയിൽ ഉൾപ്പെടുന്ന ഗണിത ശാസ്ത്രജ്ഞനും കൂടിയായിട്ടുള്ള ഡോക്ടർ ഡാനിയൽ ജോൺസൺ. അദ്ദേഹമാണ് ടൈൽവിൻ ഇന്റർനാഷണലിന്റെ ഫൗണ്ടർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിതിന്റെ ഒരു ഡെപ്ത് എന്താണ്, ഈ സിസ്റ്റം ഇവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഔദ്യോഗികമായിട്ട് കുറിച്ചു, ടൈൽവിൻ വിൽ നെവർ എൻഡ്. ടൈൽവിൻ ഒരിക്കലും അവസാനിക്കുന്ന ഒരു പ്രക്രിയയല്ല എന്ന് അവർ കുറിച്ച ഒരു പ്രസ്ഥാനങ്ങൾ കൂടിയാണ് ശരിക്കും ടൈൽവിൻ ഇന്റർനാഷണൽ. നമുക്കറിയാം ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഓൺ സെർവറിലാണ്. ഈ ഓൺ സെർവർ എന്ന് പറയുന്നത് അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പോലും സ്വന്തമായിട്ട് സെർവർ ഇല്ല എന്ന സത്യം നമ്മൾ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് വായിക്കണം. അപ്പൊ ശരിക്കും ഓൺ സെർവറിൽ, ഓൺ ബ്ലോക്ക് ചെയിനിലാണ് ശരിക്കും ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഈ സിസ്റ്റത്തിന്റെ റിസർവ് ഫണ്ട് എത്രയാണ്? 7.5 ലക്ഷം കോടി DP ആണ്. 7.5 ലക്ഷം കോടി DP എന്ന് പറയുമ്പോൾ ഒരു DPക്ക് ഡോളറിന്റെ മൂല്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ? അങ്ങനെയെങ്കിൽ ഏതാണ്ട് 90 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ റിസർവ് ഫണ്ട് വെച്ചുകൊണ്ട് ഓൺ സെർവറിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും ടൈൽവിൻ ഇന്റർനാഷണൽ. തീർച്ചയായിട്ടും ഈ ടൈൽവിൻ ഇന്റർനാഷണലെ കുറിച്ച് നമ്മൾ ഇനി അങ്ങോട്ട് വിലയിരുത്തുമ്പോൾ വളരെ സീരിയസ് ആയി നമ്മൾ ഈ മാറ്ററിനെ കാണണം. കാരണം ഇതൊരു തട്ടിക്കൂട്ട് സ്ഥാപനത്തിന്റെ ഭാഗമല്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ കൂണ് പോലെ മുളച്ചു വരികയും പ്രവർത്തിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒന്നും പട്ടികയിൽ ഇതിനെ ഉൾപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധ്യമല്ല. കാരണം എന്താണ്? ഇതിന് പകരം വെക്കാൻ വേണ്ടി മറ്റൊരു സിസ്റ്റത്തെ നമുക്ക് കാണാൻ വേണ്ടി കഴിയില്ല. അത് തന്നെയാണ് എന്റെ കാരണം. ഏത് രീതിയിൽ നോക്കിയാലും, അതിന്റെ ആസ്തി ബേസ് നോക്കിയാലും, അതിന്റെ സ്ട്രക്ചർ നോക്കിയാലും, അതിന്റെ ബിസിനസ് സെഗ്മെന്റ് കാര്യങ്ങൾക്കകത്ത് നോക്കിയാലും, എല്ലാം കൊണ്ടും വളരെ നമ്പർ 1 സ്ഥാനത്താണ് ടൈൽവിൻ ഇന്റർനാഷണൽ നിൽക്കുന്നത്.